ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ അടിപൊളിയായിട്ട് ഇങ്ങോട്ട് ചെമ്മീൻ വെച്ചെടുത്താണ്ടല്ലോ, മീൻ മാർക്കറ്റിൽ പോകുമ്പോൾ തന്നെ ചെമ്മീനും കൊണ്ട് ഇങ്ങോട്ട് വരുമല്ലേ. ഈ കാച്ചെമ്മീൻ കൊണ്ടുവരുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചെമ്മീനാണ്. അത് ഇതേപോലെ അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കുക. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നന്നാക്കാൻ കുറച്ച് ടൈം കൂടുതലും കുറവൊക്കെ വരുന്നല്ലാതെ ടേസ്റ്റ് ഒക്കെ ഒരേപോലെയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇതിനി മിക്സ് ആക്കിയ ഈ ഒരു കൂട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. പൊരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു മസാല കൂട്ടിന്റെ പുറമെ വേറെ മസാലയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇതിലേക്ക് അധികം മസാലകളൊന്നും ചേർക്കാതെ ഈ ഒരു മീഡിയം മസാലയിൽ ഇത് പൊരിച്ചെടുക്കുന്നത്. ഇനി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അത് 2 ടേബിൾ സ്പൂൺ എന്ന് ഞാൻ പറയുന്നത് കാരണം ഇത് പൊരിച്ചു കഴിഞ്ഞിട്ട് തന്നെ മറ്റു ഉള്ളിവാട്ടലും കാര്യങ്ങളൊക്കെ ഈ ഒരു പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് നിരത്തി ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക. അതായത് നല്ലോണം നെരിച്ച് അങ്ങനെ അത്ര നെരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. ഇത് തന്നെ കംപ്ലീറ്റ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഓരോന്ന് മറിച്ചിട്ട് ഇട്ട് കൊടുക്കാനൊന്നും കഴിയില്ല, ചെറിയ ചെമ്മീനായതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുടഞ്ഞാണ് ഇപ്പം ഞാനിത് പൊരിച്ചെടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, പൊരിയുമ്പോൾ ഒരു അണ്ടിപ്പരിപ്പിന്റെ രൂപത്തിലായി വരും. ഇതിപ്പോൾ ഞാൻ ഒരു 3 മിനിറ്റ് നേരമാണ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുത്തത്. ഇത്രയും മതിയാകും ഇതിഞ്ഞെടുത്തേക്കുക. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഉറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ ചോപ്പ് ചെയ്തതാണ്. അതും കൂടെ ഇട്ട് നല്ലോണം തിരിച്ചും മറിച്ചൊക്കെ നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഒരു കാര്യം മറന്നു, ഈ സമയം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് വഴറ്റേണ്ടത് ഒരു 3 മിനിറ്റോളം വഴറ്റിയാൽ മതിയാകും. പെട്ടെന്ന് വഴണ്ടി വരും കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം തിരിച്ച് മറിച്ചൊക്കെ ഇളക്കി കൊടുത്ത് വഴറ്റി ഇട്ടിട്ട് തുളിയും വേണമെങ്കിൽ ഒന്ന് അടച്ചും വെച്ചോളി, കുഴപ്പമില്ല. പിന്നെ അതാ ഇതുപോലെ ഒന്ന് വാടി കുഴഞ്ഞു വന്നാൽ പിന്നെ ഇതിലേക്ക് ആവശ്യം വലിയ ഒരു തക്കാളിയും കൂടിയാണ്. അതും കൂടെ ഇട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇളക്കി കൊടുത്ത് ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് അടച്ചു വെച്ച് ആ തക്കാളിയും കൂടെ ഒന്ന് വെന്തതാ ഇതുപോലെ ഒന്ന് വാടി കുഴഞ്ഞു നിൽക്കുന്ന ഒരു പരിവാകുമ്പോൾ പിന്നെ ഇതിലേക്ക് ആവശ്യം നമ്മളെ മസാലപ്പൊടിയും കൂടിയാണ്. ഇതിലെന്തൊക്കെ വേണം? 1 ടീസ്പൂൺ മുളക് പൊടി, നേരത്തെ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഗരം മസാലയാണ്. 1/4 ടീസ്പൂണോളം ഗരം മസാല അവിടെ ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാലൻ്റെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി മസാല ശരിക്കും ഒന്ന് വെന്ത് വരണം. അതും ഇതുപോലെ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റോളം ഞാനൊന്ന് വേകാൻ ആ മസാലകളൊക്കെ വെന്തിങ്ങോട്ട് അടിപൊളി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു സമയം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഈ മസാലകളൊക്കെ വെന്ത് കിട്ടുമ്പോൾ കുറച്ച് കളറും കൂടും, ടേസ്റ്റും കൂടും. അപ്പോൾ ഈ വെളിച്ചെണ്ണ കടന്ന് ഈ മസാലകളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് മാത്രം വെള്ളം ചേർത്താൽ മതി. കാരണം ചെമ്മീൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് ഇനി ഒരു 2-3 മിനിറ്റ് ഈ ഒരു മസാലയിൽ കടന്ന് ഇങ്ങനെ കുക്കായി വരണം. എന്നാലുള്ളൂ ആ ചെമ്മീനക്കും കൂടെ ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ അത് ആ വെള്ളം ചേർത്ത് നല്ല തിളച്ച് വന്നതിന് വരുമ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചെമ്മീനും കൂടെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇളക്കി കൊടുക്കുക. ഈ ഒരു മസാലയിൽ കടന്നിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ചെറു തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മളിങ്ങനെ വേവിച്ചെടുക്കണം. ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം വെള്ളം അധികം ഒന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ചെമ്മീനിന് അതിൽ കടന്ന് ഇങ്ങനെ വേകാനുള്ളൊരു ആ മസാല പിടിക്കാനുള്ള ഒരു വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണുള്ളൂ. അപ്പൊ ഇതുപോലെ അടച്ചു വെച്ച് ഇടക്കൊക്കെ ഒന്ന് തുറന്നും ഇളക്കിയൊക്കെ കൊടുത്ത് ഒരു 4 മിനിറ്റോളം എന്തായാലും ഇതുപോലെ സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് നേരം ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ വെള്ളം ഒന്നും ഒരു ശകലം പോലും ഇല്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് ആ നല്ല നമ്മൾ ഉദ്ദേശിച്ച ഗ്രേവി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ കടയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെമ്മീൻ കൊണ്ടുപോകുമെന്ന് പറയേണ്ട ആവശ്യമില്ല, തന്നെ കൊണ്ടുവരും. അത്രക്ക് ടേസ്റ്റ് ആയിട്ട് അതേപോലെ റോസ്റ്റ് ചെയ്താൽ. അപ്പം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. അപ്പം ഇതുപോലെ ഓരോ ഭക്ഷണങ്ങളും രുചിയിൽ കഴിക്കണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബൈ.